Children, welcome back to our grammar class. Grammar കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? Simple present and present continuous. Simple present and present continuous. You know the main tenses: past, present, future. Tense എത്രയുണ്ട്? 3 tenses are there. 3 tense ഉണ്ട്. അതൊക്കെ past tense, present tense, future. And each tense has 4 categories. മൂന്ന് മെയിൻ ടെൻസ് ഉണ്ട്. പിന്നെ മെയിൻ ടെൻസ് ഓരോ ടെൻസിനും 4 കാറ്റഗറി ഉണ്ട്, 4 വിഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഏതൊക്കെയാണ്? സിമ്പിൾ. ഈ വിധത്തിലാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതായത് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി പാസ്റ്റ് ടെൻസിനെ നോക്കുമെങ്കിലോ, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതാണ് നമ്മളിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസന്റ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ്. അതായത് അത് വെറും സിമ്പിളാണ്. അതായത് സിമ്പിൾ പ്രസന്റ് എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നത്? ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ചേഞ്ച് വരാത്ത കാര്യങ്ങൾ പറയാനായിട്ട് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നു. ഇനി പ്രസന്റ് കണ്ടിന്യൂസ്, ദ ആക്ഷൻ വിച്ച് ഈസ് ഇൻ പ്രോഗ്രസ്, അതായത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ഷനെ കണ്ടിന്യൂറ്റി കാണിക്കാനായിട്ട് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നു. സിമ്പിൾ പ്രസന്റിനെ സബ്ജക്റ്റും വെർബിന്റെ ഫസ്റ്റ് ഫോം, റൂട്ട് ഫോമാണ് നമ്മൾ കൊടുക്കുന്നത്. സബ്ജക്ട് പ്ലസ് V1. കണ്ടിന്യൂസ് പ്രസന്റ് കണ്ടിന്യൂസിനാണെങ്കിൽ സബ്ജക്ട് ആർ ഓർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ഇത് മിസ് പറഞ്ഞു, നിങ്ങൾ ഓരോ ടെൻസിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി ആ ടെൻസ് ഏതാണെന്ന് നോക്കിക്കൊണ്ട് ആ ടെൻസിൽ വേണം സെന്റൻസ് ഉണ്ടാക്കണം, അല്ലാണ്ട് തോന്നണ പോലെ പോലും. ഇനി നമുക്ക് അതിന്റെ എതിരായിട്ടുള്ള ഇന്ന് പഠിക്കേണ്ടത് സിമ്പിൾ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് കണ്ടിന്യൂസ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിനെ നമ്മൾ എന്താണ്? സബ്ജക്ട് പ്ലസ് V2. അതായത് V2, അതായത് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നതിന് സബ്ജക്റ്റ് അതൊരു വിഷയമേ അല്ല. പാസ്റ്റ് ടെൻസ് വെർബിന്റെ പാസ്റ്റ് ഫോം ഉപയോഗിക്കാനായിട്ട് സബ്ജക്റ്റ് ഒരു പ്രശ്നമേ അല്ല. ഏതൊരു സബ്ജക്റ്റിന്റെ കൂടെയും പാസ്റ്റ് ടെൻസ് യാതൊരുവിധ കുഴപ്പമില്ലാണ്ട് പോകും. ഓക്കെ, ഏതൊരു സബ്ജക്റ്റിന് അതെ സബ്ജക്റ്റ് ഏതൊക്കെയാണ്? ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, സെക്കൻഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ അതിന്റെ പ്ലൂറൽ വി, സെക്കൻഡ് പേഴ്സൺ സിംഗുലർ ആൻഡ് പ്ലൂറൽ യു, തേർഡ് പേഴ്സൺ സിംഗുലർ ഹി, ഷീ, ഇറ്റ് ആൻഡ് ദ പ്ലൂറൽ ദേ. ഇതൊക്കെയാണ് നമ്മുടെ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിന്റെ കൂടെ ഈ V2 പോകും. അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കണമെങ്കിൽ സബ്ജക്റ്റ് വേണം, വെർബിന്റെ പാസ്റ്റ് ഫോം. വെർബിന് 3 ഫോം ഉണ്ട്. അതായത് റൂട്ട് ഫോം, ഒറിജിനൽ ഫോം, പിന്നെന്താണ് അതിന്റെ പാസ്റ്റ് ഫോം, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അതാണ് V1, V2, V3. V1 എന്ന് പറഞ്ഞ റൂട്ട് ഫോം, V2 എന്ന് പറഞ്ഞ പാസ്റ്റ് ഫോം, V3 എന്ന് പറഞ്ഞ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വെർബിന്റെ. കേട്ടല്ലോ? അതായത് സിമ്പിൾ പാസ്റ്റ് ഒരു സെന്റൻസ് ഉണ്ടാക്കണമെങ്കിൽ സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും. ഐ ടോട്ട് യു ഇംഗ്ലീഷ്, ബിക്കോസ് ഓഫ് ദ because we don't have enough space, that is why I am cutting the sentence. I taught, he taught, she taught, they taught, we taught, you taught. അത് ഒരുമിച്ച് പോകും. അതായത് he walked, she walked, you walked, they walked, we walked. പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. she ate, you ate, I ate. ate എന്ന് പറഞ്ഞാൽ ഈറ്റിന്റെ eat, ate, eaten. ടീച്ചിന്റെ പാസ്റ്റ് ടെൻസ് ആണ് teach, taught, taught. work, worked, worked. ഓക്കെ, സബ്ജക്റ്റും അതിന്റെ വെർബിന്റെ പാസ്റ്റ് ഫോമാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വരുന്നത്. നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്നെടുത്ത് അതിനകത്തൊന്ന് നോക്കാം. സിമ്പിൾ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് കണ്ടിന്യൂസ്. Once there lived a farmer who had a clever and kind daughter. Her name was Leda. She worked hard and took care of the animals in the farm. One day, as she watched the animals, she saw a young man hurrying past. Sir, why are you in such a hurry? She asked. I must
reached the river Ganga and bathed there tonight at a particular time. He replied as he stopped to rest. You will never make it, she said. It's too far, but I can help you if you have true faith. For some reason, the young man trusted her and did what she advised. He plunged into a nearby pool. Moments later, he stood up with his hands full of jewels from the bottom of the pool. ഇതൊരു സ്റ്റോറിയുടെ ഒരു ചെറിയ പാർട്ടാണ്. അതിനകത്ത് മക്കളെ ഇതിനകത്ത് ദ ഹൈലൈറ്റഡ് വേർഡ്സ് ഏതൊക്കെയാണ്? റെഡ് കളറിൽ തന്നിരിക്കുന്ന വേർഡ്സ് ഒക്കെയാണ് ലിവ്ഡ്, വാസ്, വർക്ക്ഡ്, ടുക്ക്, വാസ്, സോ, ആസ്ക്ഡ്, റിപ്ലൈഡ്, സ്റ്റോപ്ഡ്, സെഡ്, ട്രസ്റ്റഡ്, ഡിഡ്, അഡ്വൈസ്, പ്ലഞ്ച്, സ്റ്റുഡ്. ഇത്രയും വേർഡ്സ് ആണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ആ വാക്കുകളെല്ലാം V2 ആണ്, അതായത് പാസ്റ്റ് ഫോം ആണ്. ഇപ്പൊ സിമ്പിൾ ഈ തന്നിരിക്കുന്ന സെന്റൻസ് എല്ലാം തന്നെ സിമ്പിൾ പാസ്റ്റ് ആണ്. ലിവ്, ലിവ്ഡ്, ഹാവ് ഓർ ഹാസ് ഹാഡ്, വർക്ക്, വർക്ക്ഡ്, ഈസ് ഓർ ബി അതിന്റെ പാസ്റ്റ് ഫോം ആണ് വാസ്. Then take, took, watch, watched, see, saw, ask, asked, reply, replied, stop, stopped, trust, trusted, do or does അതിന്റെ past tense did, advised, 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 plunged, plunged, stand, stood. ഇതൊക്കെയാണ് പാസ്റ്റ് ടെൻസ്. അപ്പൊ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഇപ്പൊ നിങ്ങളോട് ഒരു സ്റ്റോറി എഴുതാൻ പറയാൻ നിങ്ങൾ എപ്പോഴും സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വേണം സ്റ്റോറി എഴുതാനായിട്ട്. നിങ്ങൾക്ക് വരാറില്ലേ, റൈറ്റിംഗ് സെക്ഷനിൽ വരാറില്ലേ, ഡെവലപ്പ് ദ ഔട്ട്ലൈൻ സ്റ്റോറി ഇൻ റീഡബിൾ വൺ എന്നും പറഞ്ഞുകൊണ്ട് വരും. സോ യു ഹാവ് ടു യൂസ് ദ പാസ്റ്റ് ടെൻസ്. അപ്പൊ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് പഠിക്കുമ്പോഴത്തേക്കും സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കണമെങ്കിൽ അതിനകത്ത് സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം വെർബിന്റെ V2. ആ വെർബിന്റെ പാസ്റ്റ് ഫോം എല്ലാ സബ്ജക്റ്റിനും ഒരുപോലെയാണ്. പക്ഷെ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആകണം, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആക്കണം. വെർബിനെ സിംഗുലർ ആക്കാൻ അതിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ES ചേർക്കണം. നിങ്ങൾ ഇപ്പൊ ഇത്രയൊക്കെ അങ്ങനെ കുറച്ച് പഠിച്ചാൽ മതി. ഹയർ ക്ലാസ്സിലോട്ട് വരുമ്പോൾ കൂടുതൽ അങ്ങോട്ട് പഠിച്ചു പോവാം. സോ ഇനി ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഈ വെർബിന്റെ പാസ്റ്റ് ഫോം ചെയ്യണത് പലവണ്ട്. ചിലതിനോടെ ED ചേർക്കും. ED അതായത് അത് റെഗുലർ വെർബ്. അതിന്റെ 3 ഫോംസ് ഒന്നാണ്. Most verbs are formed by adding ED to the base form of the verb. They are called regular verb. അതായത് jump, jumped, work, worked, stop, stopped, then watch, watched, ask, asked, trust, trusted, plunge, plunged, reply, replied. ഇതൊക്കെ watch, watched, work, worked, live, lived. ഇതൊക്കെ ED ചേർക്കുമ്പോൾ കിട്ടും. അതിന്റെ മിക്ക വെർബിന്റെയും പാസ്റ്റ് ഫോം നമുക്ക് ED ചേർക്കുമ്പോൾ കിട്ടും. പക്ഷെ ചില വെർബിന്റെ എങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ ടീച്ച്, അത് ടോട്ടാണ്, അതിന്റെ പാസ്റ്റ് ഫോം വേറേതാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഇറഗുലർ വെർബ് എന്ന് പറയും. സീ, സോ, സ്റ്റാൻഡ്, സ്റ്റുഡ്, ഈറ്റ്, എയ്റ്റ് ഇതൊക്കെ എന്താണ് ഇറഗുലർ വെർബ്. മോസ്റ്റ് വെർബിന്റെ കൂടെ നമ്മൾ ED ചേർക്കുമ്പോൾ അതിന്റെ പാസ്റ്റ് ഫോം കിട്ടും. പക്ഷെ ചില വെർബ് ഇഫ് എ വെർബ് എൻഡ്സ് ഇൻ E, ജസ്റ്റ് D is added to the verb. ഒരു വെർബ് E അവസാനിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ D മാത്രം ചേർത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു കൺസോണന്റിൽ അവസാനിക്കണം, അതിൻ്റെ കൂടെ ED ചേർക്കണം. ഉദാഹരണം എക്സാമ്പിൾ പ്ലഞ്ച്, the last letter is E, so we are adding D to form the past form of that plunge. Advise, advised. If a verb ends in a consonant Y, we drop the Y and added IED. For example, reply, അത് വൈയിലാണ് അവസാനിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വൈ മാറ്റിയിട്ട് അതിൻ്റെ കൂടെ IED കേട്ടാ, റിപ്ലൈഡ് ചേർത്ത്. അപ്പൊ ഇഫ് എ വെർബ് എൻഡ്സ് ഇൻ ദ കൺസോണന്റ് വൈ, വി ഹാവ് ടു ഡ്രോപ്പ് ദാറ്റ് വൈ ആൻഡ് ആഡ് ദാറ്റ് IED ടു ഫോം ദ പാസ്റ്റ് ഫോം. ഇഫ് എ വെർബ് എൻഡ്സ് ഇൻ എ കൺസോണന്റ് വൈ, വി ഡ്രോപ്പ് ദ വൈ ആൻഡ് ആഡ് IED. ഫോർ എക്സാമ്പിൾ റിപ്ലൈ, റിപ്ലൈഡ്, ക്രൈ, ക്രൈഡ്, ക്യാരി, ക്യാരിഡ്. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. മക്കളെ നിങ്ങൾ ഈ ഇൻസ്ട്രക്ഷൻസ് നന്നായിട്ടൊന്ന് വായിക്കണേ. For irregular verbs, we use different forms of the verbs in the past tense. ഇതെല്ലാം റെഗുലർ വേർബ്സ് ആണ്. ED-ലോ D-ലോ അവസാനിക്കുന്ന വെർബ് എല്ലാം റെഗുലർ വെർബാണ്. കാരണം എന്താണ്, മിക്ക വെർബിന്റെയും
കൂടെ നമുക്ക് ഇഡിയോ ഡിയോ ചേർത്തുന്ന അതിൻ്റെ കൂടെ അതിന്റെ പാസ്റ്റ് ഫോം കിട്ടും. പക്ഷെ ചില വെർബ് വേറെ സം വെർബ്സ് ആർ വി കാൺ ക്രിയേറ്റ് ദ പാസ്റ്റ് ഫോം ബൈ ആഡിങ് ഡി ഓർ ഇഡി. സച്ച് വെർബ്സ് ആർ കോൾഡ് ഇറഗുലർ വെർബ്സ്. We use different forms of, for example, teach, taught, buy, bought, bring, brought, see, saw, sing, sang, eat, ate, sell, sold, fly, flew, draw, drew. അതേപോലെ അതിനെല്ലാമാണ് ഇറഗുലർ വെർബ്സ് എന്ന് പറയും. If a monosyllabic verb ends in a vowel plus y, we drop the y and add id. അതായത് വൈ എന്ന് പറയുന്ന വെർബിൽ കൺസെന്റിൽ അവസാനിക്കുന്നതിന്റെ നമ്മൾ വൈ ഡ്രോപ്പ് ചെയ്തിട്ട് അതിനോട് ഐ ഡി ചേർക്കും. സെ, സെഡ്, പേ, പെയ്ഡ്. ഓക്കെ. വി യൂസ് ഹാഡ് ഇൻസ്റ്റെഡ് ഓഫ് ഹാസ് ഓർ ഹാവ് വിത്ത് നൗൺസ് ആൻഡ് പ്രോനൗൺസ്. ഹാസ്, ഹാവ് അതിന്റെ പാസ്റ്റ് ഫോം ഹാഡ്. ഓക്കെ. മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റും പഠിപ്പിച്ചായിരുന്നു. നോട്ടുള്ള സെന്റൻസ് ആണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഹി വാണ്ടഡ് ആൻ ആപ്പിൾ. ഹി വാണ്ടഡ് ആൻ ആപ്പിൾ അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? ഹി ഡിഡ് നോട്ട് വാണ്ട് ആൻ ആപ്പിൾ. കണ്ടല്ലോ. ഈ വാണ്ടഡ് ഈ പിന്നെ പാസ്റ്റ് ഫോമിന്റെ അകത്ത് ടോട്ട് എന്ന് പറയുന്നത് ഡിഡ് പ്ലസ് ടീച്ച് ആണ് ടോട്ട്. വർക്ക് ഡിഡ് പ്ലസ് വർക്ക് ആണ് വർക്ക്. അങ്ങനെ എല്ലാ പാസ്റ്റ് ഫോമിന്റെ അകത്ത് നമ്മള് ഡിഡ് നമ്മളല്ല ഡിഡ് ഉണ്ട്. അതുകൊണ്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് വേണം ഉപയോഗിക്കാനായിട്ട്. ഹി വാണ്ടഡ് ആൻ ആപ്പിൾ അതിനെ നെഗറ്റീവ് സെന്റൻസ് ആക്കിയപ്പോൾ ഹി ഡിഡ് നോട്ട് വാണ്ട് ആൻ ആപ്പിൾ. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണെങ്കിൽ എങ്ങനെയും ഹി ഡസ് നോട്ട് വാണ്ട് ആൻ ആപ്പിൾ. കാരണം എന്താണ്? പ്രസന്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഡിഡ് നോട്ട് ഡിഡ് ചേർക്കും. ഓക്കെ. അതിന്റെ ക്വസ്റ്റ്യൻ ഡിഡ് ഹി വാണ്ട് ആൻ ആപ്പിൾ? ക്വസ്റ്റ്യൻ അത് നിങ്ങൾ നോക്കിയാൽ മതി. സം ഇറഗുലർ വേർബ്സ് റീറ്റെയിൻ ദ ബേസ് ഫോം. പക്ഷെ ചില വേർബ്സിന് മാറ്റമില്ല. 3 ഫോമും ഒന്നാണ്. കട്ട് കട്ട് കട്ട്, ബീറ്റ് ബീറ്റ്, ഹട്ട് ഹട്ട്, പുട്ട്, ലെറ്റ്, കോസ്, ഹിറ്റ്, സെറ്റ്. ഈ വെർബിന്റെ എല്ലാം പാസ്റ്റ് ഫോമും പ്രസന്റ് ഫോമും എല്ലാം ഒന്നാണ്. മറന്നുപോയിരുന്നു കേട്ടോ. ഈ മക്കളെ നിങ്ങൾ അതിനകത്ത് എക്സർസൈസ് ചെയ്യണം. ഇനി അടുത്തത് അതിന്റെ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് വൈ ഓർ വേർ ആർ വി യൂസിങ് പാസ്റ്റ് കണ്ടിന്യൂസ്? It shows the action was going on at a particular moment in the past. The action was not completed at that time. അതായത് കുറേ നേരത്തെ പാസ്റ്റ് ടെൻസ് കുറേ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ആക്ഷൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിച്ച് ഇസ് നോട്ട് കംപ്ലീറ്റഡ് അറ്റ് ദാറ്റ് ടൈം. തീർന്നില്ലെങ്കിൽ അതിനെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഹി വാസ് ടീച്ചിങ്, ഹി വാസ് സ്ലീപ്പിംഗ്. അത് കുറേ നേരത്തെ തുടങ്ങിയാണ്. അത് നമ്മൾ പറയുന്ന സമയത്ത് എന്ത് ഇതിന് തീർന്നിട്ടില്ല. ആൻഡ് വി ഓൾസോ യൂസ് ദ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വെൻ an action is interrupted by another action. ഒരു ആക്ഷൻ വാസ് ഇന്ററപ്റ്റഡ് ബൈ അനദർ, വേറൊരു ആക്ഷൻ കൊണ്ട് ഇന്ററപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് തടുക്കുകയാണെങ്കിൽ നമ്മൾ ആ സെന്റൻസ് പറയാനായിട്ടും ദ ആക്ഷൻ വിച്ച് ലാസ്റ്റ് ഫോർ എ ലോങ്ങർ ടൈം ഇസ് ഇൻ ദ പാസ്റ്റ് വി യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ നമ്മൾ സിംഗുലറിന്റെ കൂടെ വോസും പ്ലൂറലിന്റെ കൂടെ വേറും ഉപയോഗിക്കുന്നു. സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, വോസ് ഓർ വേർ പ്ലസ് ing ഫോം ഓഫ് ദ വേർ. ഈ യു, ദേ, വി ഇതിന്റെ കൂടെ ഏതാണ് പ്ലൂറൽ ഫോം വേർ ആണ് ഉപയോഗിക്കുന്നത്. ആറിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വേർ. ഐ, ഹി, ഷീ, ഇറ്റ് അതിൻ്റെ കൂടെ ഈസിന്റെ ബിയുടെയും പാസ്റ്റ് ഫോമായ വോസ് ഉപയോഗിക്കുന്നു. ഐ വാസ്, ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ്, യു വേർ, ദേ വേർ, വി വേർ. ആൻഡ് പ്ലൂറൽ ഫോംസ് ഏതാണെങ്കിൽ നമ്മൾ വേർ ഉപയോഗിക്കുന്നു. ഓക്കെ. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ പാസ്റ്റിലെ സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. വെർബിന്റെ നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിന്റെ പാസ്റ്റ് ഫോമാണ്. whereas in past continuous tense we are using subject plus was or were plus verb plus ing form. Okay.
ഇനി ഈ ടെൻസിൽ സെന്റൻസ് ഉണ്ടാക്കണം. There are so many exercises in the text. You have to change the exercises into past continuous. Then look here. Write what each member of your family was doing on a day of celebration in your house. Exercise 3 നിങ്ങളുടെ വീട്ടിലെ ഓരോ അംഗങ്ങളും ഒരു സെലിബ്രേഷന് ചെയ്യുന്ന കാര്യങ്ങൾ അത് പാസ്റ്റ് കണ്ടിന്യൂസ്. ഫോർ എക്സാമ്പിൾ മദർ വാസ് ഡെക്കറേറ്റിംഗ് ദ ഹൗസ് വിത്ത് ഫ്ലവേഴ്സ്. മദർ വാസ് ഡെക്കറേറ്റിംഗ് ദ ഹൗസ്. അത് നേരത്തെ കഴിഞ്ഞ് കുറേ നേരത്തെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഫാദർ വാസ് ഡെക്കറേറ്റിംഗ് ദ ഹൗസ് ഓർ and changing the curtains or changing the place of the equipments. Brother was doing something or just like that. Appo was or were plus ing form of the verb. For making a sentence in simple past tense we use subject plus past form of the verb. Next one, for making a sentence in the past continuous tense we use subject plus was or were plus ing form of the verb. Were is with the plural forms and was is with the singular forms. Next one, in order to make a negative statement we use not with the statement. For example, he reached at the station. He did not reach at the station. He ate mangoes. He did not eat mangoes. Okay, just like that. Now the past continuous tense il the negative statement. He was not eating. She was not dancing. They were not playing. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ചെയ്യണം. Okay children, bye.